സുലൈമാന്റെ അയൽവാസി സുലൈമാനോട് പറയണേ, ഷുഗറിന്റെ ഗുളിക മെറ്റ്ഫോമിൻ കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി കേടിരുന്നു. അതോട് കൂടിയിട്ട് സുലൈമാൻ ഗുളിക നിർത്തി. 6 മാസം കൊണ്ട് കിഡ്നി ഡാമേജ് ആയി. ശരിക്കും കിഡ്നി ഡാമേജ് ആയത് മെറ്റ്ഫോമിൻ കൊണ്ടല്ല, അത് കൺട്രോൾ ആവാത്ത ഷുഗർ കൊണ്ടാണ്. ഇതാണ് കേരളത്തിലെ ഏറ്റവും അപകടകരമായിട്ടുള്ള ഒരു ഡയബറ്റിക് മിത്ത്. ഷുഗറിന്റെ ഗുളിക കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി കേടുവരും എന്നുള്ളത്. അതുകൊണ്ട് പല പേഷ്യൻറ്റും ഇടയ്ക്ക് വെച്ചിട്ട് ഗുളിക നിർത്താറുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് പേഷ്യൻ്റ് നമുക്ക് വരാറുണ്ട്. എത്ര നമ്മൾ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമ്മളുടെ അയൽവാസി പറഞ്ഞു കഴിഞ്ഞാൽ അത് വീണ്ടും ആവർത്തിക്കുകയാണ് എന്നുള്ളതാണ്. മെറ്റ്ഫോമിനെ കുറിച്ചുള്ള സത്യം ഇതാണ്. ഏകദേശം മെറ്റ്ഫോമിൻ വന്നിട്ട് 60 വർഷത്തോളമായി. ഇന്നും ഏറ്റവും സേഫ് ആയിട്ടുള്ള ഡയബറ്റിക് മെഡിസിന് മെറ്റ്ഫോമിനാണ്. എന്നാൽ ഈ മെറ്റ്ഫോമിന് നമ്മളെ കിഡ്നിയെ ഡാമേജ് ആക്കുകയല്ല ചെയ്യുന്നത്, അത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. ഷുഗറിനെ കൺട്രോൾ ചെയ്ത് പ്രൊട്ടക്റ്റ് ചെയ്യുകയാണ്. കിഡ്നി ഡാമേജ് ആവുന്നത് 200ന്റെ മുകളിലുള്ള ഷുഗറും അതോടൊപ്പം തന്നെ കൺട്രോൾ ഇല്ലാത്ത ബ്ലഡ് പ്രഷറും അല്ലെങ്കിൽ പ്രോട്ടീൻ യൂറിനിലൂടെ പോകുന്നത് നെഗ്ലക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുമ്പോഴാണ് കിഡ്നി ഡാമേജ് ആക്കി പോകുന്നത്. നമ്മളുടെ ഫയർ എക്സ്റ്റിങ്ക്വിഷർ നമ്മൾ ഒരിക്കലും കുറ്റം പറയാറില്ല. മെറ്റ്ഫോമിനും ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ പോലെയാണ്. നമ്മുടെ വലിയൊരു തീ, അതായത് ഷുഗർ ശരീരത്തിൽ പിടിക്കുമ്പോൾ അതിനെ കെടുത്തിക്കളയാൻ ഉപയോഗിക്കുന്ന ഒരു ഫയർ എക്സ്റ്റിങ്ക്വിഷറാണ് ഈ മെറ്റ്ഫോമിൻ ടാബ്ലറ്റ്സ്. ഇനി ആരെങ്കിലും നിങ്ങളുടെ ഫ്രണ്ട്സ് ലിസ്റ്റിലോ മറ്റോ ഷുഗറിന്റെ ഗുളിക നിർത്തിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിർത്താൻ പറയുകയാണെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക.